ല്ലോ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ബലപ്പെടാം. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ ഉള്ളവരെല്ലാവരും അതെടുത്തു വച്ചാട്ടെ. സാക്ഷ്യമുള്ളവർ പറയുവാൻ റെഡി ആയിക്കാട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞാട്ടെ ഉള്ളവരാരെങ്കിലും ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു. 2 ദിവസം മുമ്പ് വലത്തുകാലിന്റെ തുടയ്ക്ക് വലിച്ചിലും വേദനയായിട്ട് ഇങ്ങനെ ബ്രദർ പ്രവചിച്ചു പറഞ്ഞായിരുന്നു. ഞാനത് ഏറ്റെടുത്തായിരുന്നു. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പറഞ്ഞ സമയത്ത് ചൂട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ തുടയ്ക്ക് ചൂട് അനുഭവിക്കുന്നു. പൂർണ്ണമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ചൂട് നല്ല ചൂടായിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല ചൂട് കിട്ടുന്ന പോലെ തോന്നിയായിരുന്നു. രാത്രി മുഴുവനും ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കിന് ആ ചൂടും പോയി, വേദനയും പോയി. ഇപ്പൊ ആ ഭാരവും വലിച്ചിലും എല്ലാം മാറി. വലത്തുകാലിന്റെ തുടയ്ക്ക്. എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 5 വർഷം. കോവിഡ് തുടങ്ങി 19 തുടങ്ങിയതാ. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന? 5 വർഷം. 5. ഓ, വലിയ അത്ഭുതമാകട്ടെ. ഇത് കേട്ടല്ലോ നിങ്ങൾ. 5 വർഷമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടായിരുന്നു. വലിച്ചിലും ബുദ്ധിമുട്ടും വേദനയും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി ആ ഒരു ഭാഗത്ത് കർത്താവ് സൗഖ്യങ്ങളെ ചെയ്യാൻ പോകുന്നത് ആൻറ്റി അത് ഏറ്റെടുത്തു. ആ ശരീരത്തിലേക്ക് ആ സമയത്ത് ഒരു ചൂട് പോലെ വന്നു. ആ ചൂട് നേരം വെളുക്കുന്ന നിലനിന്നു. പക്ഷെ നേരം വെളുത്തപ്പോൾ ചൂടും മാറി. 5 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയും സൗഖ്യമാക്കി. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യം കൊടുത്തതിന് നന്ദി. അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. എന്റെ മോളിന്ന് കോളേജിൽ പഠിക്കുക. അപ്പം മോളുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്നത് പെട്ടെന്ന് അത് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബാങ്കിലോട്ട് പോയി. കുറച്ച് എമൗണ്ട്, വലിയ എമൗണ്ട് 53,000 അത്രയും ഇല്ലാതെ ആയപ്പോഴത്തേന് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് മോൾക്കും അറിയാൻ പറ്റുന്നില്ല. മോൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നോണ്ട് ബാങ്കിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. അപ്പം ആ HDFCയുടെ ബാങ്കിൽ ഇട്ടത് തന്നെ അവർ 2 പ്രാവശ്യം അറിയാതെ ഇട്ടത് അവർ തിരിച്ച് എടുത്തതാണ്. അത് ഞാനിന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അതെനിക്ക് ഒത്തിരി സമാധാനമായി, മോൾക്ക് സമാധാനമായി. അതെ. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് പൊള്ളി. അപ്പം ഞാൻ അവിടെ വെച്ച് നല്ല നീറ്റല്, കൈയുടെ ഉൾഭാഗമാകുമ്പം നല്ല നീറ്റലാണല്ലോ പൊള്ളുമ്പോൾ. അപ്പം ഞാൻ അവിടെ വെച്ച് അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു നീറ്റലും പാടും ഒന്നും വരാതെ അത് മാറണം എന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ രാത്രി തന്നെ. ഇപ്പം സന്ധ്യയ്ക്കായിരുന്നു പൊള്ളിയത്. ആ നീറ്റലും വേദനയും എല്ലാം മാറി എനിക്ക് സൗഖ്യം ലഭിച്ചു. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമുണ്ട്. 2 കാര്യം. ഒന്ന്, ആ പൈസ നമ്മുടെ നന്മ ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഏറ്റെടുത്തോണം. കടഭാരത്തിലിരിക്കുന്നവരായിക്കോട്ടെ അല്ലാതിരിക്കുന്നവരായിക്കോട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സാമ്പത്തിക നന്മ നമുക്കുണ്ടാകും. നിങ്ങൾ എടുത്താലും തീരാത്ത ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. പറഞ്ഞാൽ നന്മ നഷ്ടപ്പെടാതെ തിരികെ. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ പൊള്ളലേറ്റപ്പം സാധാരണഗതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാൻഡേജ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൂത്ത് വെക്കും. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു അധികാരം തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ മുറിവിൽ അതാ ഞാൻ വ്യത്യാസം ഞാൻ പറഞ്ഞത്. നിങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ആ സഹോദരി അപ്പം തന്നെ, സാധാരണ നമ്മൾ എണ്ണ തൂക്കുകയോ വെള്ളം തൂക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ വേദന പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊള്ളിയോടത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, ഇല്ല, വേദന ഉണ്ടാകത്തില്ല, ആ പാടുണ്ടാകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമാകും. ആ സമയത്ത് ആ ഹീലിങ്ങിനെ ഓപ്പറേറ്റ് ചെയ്തു. രോഗസൗഖ്യത്തെ ഓപ്പറേറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ മേലേക്ക് ആ വേദനയിൽ നിന്നും ബുദ്ധിമുട്ട്, ചെറിയ ചിലപ്പോൾ നിങ്ങൾ ഒരു പൊള്ളുന്ന കാര്യമില്ല, എന്നാൽ പോലും ഒരു പൊള്ളൽ വേദന തന്നെയാണ്. അതിലേക്ക് ആ സൗഖ്യത്തെ ഉപയോഗിക്കുവാൻ പ്രിയമകളെ ശക്തീകരിച്ചല്ലോ. ഇവിടുത്തെ 2 സാക്ഷ്യത്തിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. 50 വർഷമായിട്ട് എനിക്ക് ആസ്മ രോഗമായിരുന്നു. 50 വർഷം കൊണ്ട്. 1970 തുടങ്ങിയ ആസ്മ രോഗമാണ്. അത് ഞാൻ അന്ന് തുടങ്ങി ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ലീലാമ്മയാണ് ഞാൻ കയറിയതേ ഉള്ളൂ സൂമിനകത്ത്. അങ്ങനെ ഞാൻ PG വർഗീസ് സാറിന്റെ അത്ഭുതത്തിന്റെ താക്കോൽ എന്ന് പറയുന്ന ആ പുസ്തകം വായിച്ച് അന്ന് 2015 ഞാൻ എഴുതി വെച്ചു. ഇതുപോലെ എൻ്റെ ആസ്മ രോഗം മാറിയെന്ന് പറഞ്ഞ്. ആ രോഗം ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് 11-ാം തീയതി ജൂൺ 11-ാം തീയതിക്ക് ശേഷം ഞാൻ ഇൻഹേലർ എടുക്കുന്നതേ ഇല്ല. അങ്ങനെ ഒത്തിരി സൗഖ്യം. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഈ എൻ്റെ നടുവിൻ്റെ താഴെ ഭാഗത്ത് നല്ല വേദനയായിരുന്നു. 2 ദിവസം കൊണ്ട് ഒത്തിരി വേദനയായിരുന്നു. മുട്ടിന് എടുക്കാൻ വയ്യ. മുട്ടിന് താഴെ എല്ലാം കഴപ്പും വേദനയും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ഇന്ന് ഇച്ചിരി കുറവുണ്ട്. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ഇന്ന് പ്രിയസ് പറഞ്ഞ പോലെ തന്നെ 50 വർഷമായിട്ടുണ്ടായിരുന്ന ആസ്മയുടെ രോഗമായിരുന്നു.
വിജയങ്ങളുടെ ഒരു ബുക്കുണ്ട്, ഇത് അത്ഭുതങ്ങളുടെ താക്കോൽ എന്നുള്ളത്. ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ബുക്കിനെ പറ്റി. ആ ഒരു പുസ്തകത്തിൻ്റെ അകത്തും പ്രത്യേകിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരുക എന്നുള്ളത് നല്ലൊരു ബുക്കാണ്. അത് ആ സഹോദരി അത് പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. കർത്താവ് യേശുവിലുള്ള തിരുമുറിവിൽ, ഞാനതാ എപ്പോഴും പറയുന്നത്, കർത്താവിൻ്റെ യേശുവിൻ്റെ തിരുമുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട്. അത് വിശ്വസിച്ചു. 50 വർഷമായിട്ടുണ്ടായിരുന്ന ആസ്മ രോഗത്തിൽ നിന്ന് പ്രിയർക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, ആ നടുവേദനയുടെ മേലേക്കും പറഞ്ഞാൽ യേശു എൻ്റെ നടുവേദന വഹിച്ചു. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചിലർ ഞാനിത് പറയുമ്പോൾ ചിരി വരും. യേശു എൻ്റെ ഷുഗർ വഹിച്ചു, യേശു എൻ്റെ ട്യൂമർ വഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിരി വരുന്നു. ആർക്കൊരു ചിരിയും വേണ്ട. ബൈബിൾ പറയുന്നത് സാക്ഷാൽ അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു എന്ന്. എന്തുകൊണ്ടാണ് രോഗവും എന്ത് രോഗമെന്ന് എഴുതാത്തത്? നിങ്ങളുടെ രോഗം പറയാൻ വേണ്ടി ആ വാക്ക്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗമെന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ വേദന പറയണം. യേശു എൻ്റെ വേദന വഹിച്ചു, യേശു എൻ്റെ സ്പൈനൽ കോഡിൻ്റെ ബുദ്ധിമുട്ട് വഹിച്ചതാ. സാക്ഷാൽ രോഗം, എന്താ രോഗം? അത് വഹിച്ചതാ. അങ്ങനെ തന്നെ പറഞ്ഞോണം. ആസ്മ മാറ്റി സൗഖ്യമാക്കി യേശു പൂർണ്ണ വിടുതൽ. നമ്മൾ ആശ്വാസത്തിൽ വിശ്വസിക്കുന്നവരല്ല, അത്ഭുതത്തിൽ. കർത്താവ് ഒരു അത്ഭുതം ചെയ്തല്ലോ, ഇനിയും കർത്താവ് ചെയ്യും. ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ വേദന ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ ആത്മാവിൽ കൈവെക്കുന്നു. സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാട്ടിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം പറയാണ്ട്, വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ. ഇന്നലെ ഞാൻ 2 ദിവസമായിട്ട് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടായിട്ട് ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഭയാണ് ആരുമില്ലാതെ കിടക്കാൻ. അപ്പൊ ഞാനിങ്ങനെ രാത്രിയായപ്പോ എന്തോ ഒരു ശബ്ദം കേട്ടതും എന്റെ മേലെ കൂടി എന്തോ കേറി വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായതും പെട്ടെന്ന് ഞാൻ വചനം പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ ഞാൻ സർവ്വത്തിനും മതിയായവനാകുന്നു, പിന്നെ പാമ്പിന്റെ മേലും തേളിന്റെ മേലും എന്നൊക്കെയുള്ള വചനമൊക്കെ പറഞ്ഞപ്പോ അത് പെട്ടെന്ന് അങ്ങ് പോയി എനിക്ക് ശക്തി വന്ന് പിന്നെ ഞാൻ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ ഈ ഒരു ഭയത്തിനെ ഓവർകം ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ഇന്ന് വരെ ഒറ്റയ്ക്ക് താമസിക്കാതെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു. അത് ദൈവത്തിന്റെ ഒരു ശക്തി എനിക്ക് കിട്ടിയത് കൊണ്ട് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കൊല്ലങ്ങളായി ഞാൻ ഈ വിഷമം ആരോടും പറയാൻ പറ്റാതെ, എന്നെ ഈ ഒരു കാര്യത്തിലാണ് ഞാൻ എല്ലായിടത്തും ഫെയിലായത്. എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, പ്രേതത്തിന്റെ പേടി കാരണം. അപ്പൊ അതിനകത്ത് നിന്ന് ഇപ്പൊ ഞാൻ മോചനം ലഭിച്ചത്, ഞാൻ ഒറ്റയ്ക്ക് കിടന്നല്ലോ എന്നുള്ളൊരു എന്തോ ഒരു ഭയങ്കര ശക്തി എനിക്ക് ദൈവം തന്ന് എന്റെ കൂടെ നിന്ന് ദൈവം ഉണ്ട് എന്നുള്ള ഒരു ബലം ലഭിച്ചു. ഞാൻ അങ്ങനെ ഈ മണ്ഡലത്തില് ജയിച്ചു കയറി. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞത് ഭയം നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. സിസ്റ്റർ പറഞ്ഞത് തന്നെ നമ്മളെ ഭയപ്പെടുത്തി ശരീരത്തിലേക്ക് എന്തൊക്കെയോ വരുന്ന പോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സ്പിരിറ്റിന്റെ ഉപദ്രവമായിരുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വളരെ വർഷങ്ങളായിട്ട് ആ ഭയത്തിൽ ജീവിച്ച ഒരാളാണ്. പക്ഷേ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ചില പേടിക്കകത്ത് ചില കാരണങ്ങളുണ്ട്. പക്ഷെ അത് വന്ന സമയത്ത് പെട്ടെന്ന്, അതാണ് വചനത്തിന്റെ ശക്തി. ആ വചനം ഉടനെ പറഞ്ഞു. ആ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കയറി വന്ന സാധനം, പെട്ടെന്ന് ഭയപ്പെടുത്താൻ വന്ന സാധനം വേഗത്തിൽ ആ ശരീരം വിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പൊ അവിടെ എന്ത് ചെയ്തു? ഭയം കൂടാതെ വർഷങ്ങളായിട്ട് ആ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്നും യേശു വിടുവിച്ചു. കർത്താവ് കൊടുത്ത വലിയ മാറ്റത്തിനും ഭയത്തിൽ നിന്നുള്ള മോചനത്തിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. ഇനിയും കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. പക്ഷെ ഇന്നലെ വൈകിട്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്റെ ശരീരം മുഴുവനും അങ്ങ് ഇടിച്ചു നുറുക്കിയത് പോലെ ഒരു വേദന. അത് വെട്ടല് മൊത്തം അങ്ങ് വെട്ടലുണ്ടായി. ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ശ്വാസം പോലും വിടാനൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി. ഞാൻ യേശുവിന്റെ തിരുമുറനെ എനിക്ക് സൗഖ്യം തരണേന്ന് പ്രാർത്ഥിച്ചു. അടിപ്പിണരു സൗഖ്യം തരണേ, അങ്ങനെ പല വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വിടുതൽ തന്നു. ഇപ്പൊ എനിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട്. എന്നാലും ചെറുതായിട്ടൊരു വേദനയുണ്ട്. എന്നാലും പൂർണ്ണ സൗഖ്യത്തിന് ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ മോടെ ജർമ്മന്റെ റിസൾട്ട് ഈ ആഴ്ച അറിയും. കർത്താവ് നല്ലൊരു ജയം കൊടുക്കണ്ടേ എന്ന് ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിനും മാറ്റത്തിനും നന്ദി. മുന്നോട്ട് ആ ജയത്തെ കർത്താവ് കൊടുത്തിട്ട് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാനൊരു മേരി വത്സല എന്നുള്ള പേര് കാണിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു സൗഖ്യം നടന്നായിട്ട് മാറിപ്പോയെന്ന് ഇട്ടേക്കുന്നത്. സൗഖ്യമായതാണോ? സാക്ഷി പറയാനുള്ളതാണെങ്കിൽ കമന്റ് ഞാനിപ്പോൾ കണ്ടതാണ്.
ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയാം. എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ സാക്ഷ്യം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം എന്റെ ഫാദറിന് നല്ല നടുവേദനയായിരുന്നു. അപ്പൊ കട്ടിലേക്ക് കിടക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ അമ്മ ഒന്ന് കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കണമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് വൈകിട്ട് നമ്മുടെ ഈ ചാനൽ യൂട്യൂബിനകത്ത് കയറി ബ്രദറിന്റെ രോഗസൗഖ്യം എന്നുള്ള ആ പ്രാർത്ഥന കണ്ട് വിശ്വസിച്ച് ഞാനത് പ്രാർത്ഥിച്ച്, അങ്ങനെ പിതാവിന്റെ ആ നടുവേദനയ്ക്ക് ദൈവം ഒരു അല്പശമനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കട്ടിലേൽ നിന്നൊക്കെ എഴുന്നേക്കും. അതുപോലെ തന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതിനും ഒന്നും ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത തിങ്കളാഴ്ച അത് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാനിതൊരു സാക്ഷ്യമായി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ കൃപയിൽ നിന്ന് സിസ്റ്റർ പറഞ്ഞത് തന്നെ രോഗസൗഖ്യം ഇങ്ങനെ ലഭിക്കും എന്നുള്ള ആ വചനം കേട്ടു. ഒരാളുടെ കരവില്ലാതെ എണീക്കാൻ പറ്റാത്ത പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. തന്നെ എണീക്കുവാനും കർത്താവിന്റെ നാമത്തിൽ വലിയൊരു ആശ്വാസവും ദൈവം കൊടുത്തു. ആ റിസൾട്ടും ദൈവം അത്ഭുതമാക്കി മാറ്റി. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ഇപ്പോ ഒരു മാസത്തോളായി സൂമിൽ കയറാൻ തുടങ്ങിയിട്ട് കൂടുതൽ ഞാൻ അങ്ങനെ ശ്രദ്ധയോടുകൂടി കേൾക്കണത് എനിക്ക് പറ്റുന്ന സമയത്താണ്. സൂമിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള സമയവും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മോനോർത്ത് ഒത്തിരി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഭയങ്കര മദ്യപാനം, ഭയങ്കര കൂട്ടുകെട്ടൊക്കെ ആയിരുന്നു. ഈ 2 ആഴ്ച കാലത്ത് പുറത്തു പോവുകയോ മദ്യപിക്കുകയോ ഒന്നുമില്ല. അത് വലിയൊരു അനുഗ്രഹം. ഈ പ്രാർത്ഥനയിലൂടെ കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വീണ്ടും തുടർന്നവൻ അതുപോലെ തന്നെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തോട് പ്രാർത്ഥിക്കണം. ഒരു സ്വന്തമായ ഒരു ഭവനം മേടിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി. കർത്താവെ നന്ദി. കർത്താവെ ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മകന് കൊടുത്ത വ്യത്യാസം തന്നെ മദ്യപാനിയായ മകൻ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 2 ആഴ്ചയായിട്ട് അവന് മദ്യപാനം ഇല്ല. പറഞ്ഞതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. കർത്താവ് അവനെ തൊട്ടതിന് നന്ദി, അവന് കൊടുത്ത വ്യത്യാസത്തിന് നന്ദി. യേശുവിനകത്ത് കുടുംബത്തെ ദേശത്തിന് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം കൊടുത്ത് സാക്ഷ്യമാക്കട്ടെ യേശുവിന്റെ നാട്ടിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹലോ പറഞ്ഞോട്ടെ ബ്രദറെ. ഞാനാണ് മേരി വത്സല ബ്രദറെ. പിന്നെ എനിക്കൊരു 2-3 ദിവസത്തിന് മുമ്പ് പാസ്റ്റർ പറഞ്ഞായിരുന്നു സാറയുടെ മോളെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോഴെന്റെ അമ്മയുടെ പേരാണ് സാറ. ഞാൻ എനിക്കൊരു സഹകരണ സംഘത്തിൽ ജോലിയായിരുന്നു. അപ്പോൾ ചെയ്യാതെ സിസ്റ്ററെ കട്ടായി പോയല്ലോ ഓഡിയോ. സിസ്റ്ററെ പറ്റുന്നില്ല. ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ല. അപ്പോഴ് ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നു. പക്ഷെ അന്ന് സാറായുടെ മോളെന്ന് പറഞ്ഞ് എനിക്ക് ഇതുപോലെ നെറ്റ് പിന്നെ കംപ്ലൈന്റ് ആയിപ്പോയി. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഇന്നാണ് കിട്ടിയത്. അപ്പോഴ് ഇന്ന് എനിക്ക് അന്ന് ഞാനത് സ്വയം ഏറ്റെടുത്ത് എന്നെ ഇതിൽ നിന്നെല്ലാം എന്നെ ഈശോ വിടുവിക്കുമെന്ന് എനിക്ക് ഒരു ബോധ്യം തന്നു. അതുകൊണ്ട് ഞാൻ ഈ കേസൊക്കെ എനിക്ക് എന്റെ ഈശോ അടിപ്പിണരാൽ എനിക്ക് ഈ കേസിൽ നിന്ന് മോചനം കിട്ടുമെന്ന് എനിക്ക് അതിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ്. അങ്ങ് കൊടുത്ത വ്യത്യാസത്തിനും ധൈര്യത്തിലും ഉറപ്പിലും വിശ്വാസത്തിലും നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി വരുവാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഇടപെട്ടതാണ് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഹലോ ബ്രദറെ. 2 ദിവസം മുമ്പ് ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ്. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലത് കാലിന് വേദനയുള്ളവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് 12 വർഷം അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ തടസ്സങ്ങളൊക്കെ എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു. ലാസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ വട്ടം 3 മാസം വെയിറ്റ് ചെയ്തിട്ട് റിജക്ട് ചെയ്ത സ്ഥാനത്ത് ഇന്നവരും 5 ദിവസം കൊണ്ട് വിസ കയ്യിലേക്ക് എത്തി. തീർച്ചയായിട്ടും പ്രിയമകൻ പറഞ്ഞ പോലെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്. കർത്താവ് അതിന്റെ വഴികളൊക്കെയും തുറന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിൽ വന്നെങ്കിലും
കർത്താവ് അതിൽ നിന്നൊക്കെയും പ്രിയമകനെ സഹായിച്ചു. ആ നന്മ കിട്ടുവാൻ ഇടയായി തീർന്നു. രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കട്ടെ. വലിയ വഴിത്തിരിവാണ് അവിടെ ചെല്ലുമ്പം എല്ലാവരെയും പോലെ അല്ല, ഒരു സ്പെഷ്യൽ കർത്താവ് ഒരു കവറിങ്ങിലേക്ക് പ്രിയമകനെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ വിടുന്നു. ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായി വരട്ടെ. എല്ലാവരേക്കാൾ മുൻപന്തിയിൽ സ്പെഷ്യൽ കോളിങ്ങിലേക്ക് മാറിത്തീരട്ടെ. ആത്മാവിൽ കൈവെക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് പറഞ്ഞു. ബ്രദറെ, കഴുത്തിന്റെ പുറകെ വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്. എനിക്ക് ഒത്തിരി നാളുകളായിട്ട് കഴുത്തിന്റെ പുറകില് അസ്വസ്ഥത, വേദന, ചൊറിച്ചില് ആയിരുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സൗഖ്യമാക്കി കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു. എപ്പോഴും പറയുമ്പോ നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു ചിരി വരുമായിരിക്കും. പക്ഷെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. 2 വർഷമായിട്ട് എന്റെ വീടിന്റെ അവിടെ എപ്പോഴും ഒരു പൂച്ചകൾ ഒത്തിരി ശല്യം ചെയ്യുമായിരുന്നു. എപ്പോഴും അഴുക്കാക്കുമായിരുന്നു. ആകെപ്പാടെ എനിക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ കുറെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പം 2 ആഴ്ചയായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു. എപ്പോ അഴുക്കാക്കും, പിന്നെ ക്ലീൻ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാണാൻ ഞങ്ങൾ വീടിന്റെ വരുന്ന ആ വഴിയിൽ എവിടെയെങ്കിലും ആകും. അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. ശരിക്കും പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ സഡൻലി ഞാൻ നോക്കുമ്പോൾ 2 ആഴ്ചയായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടേ ഇല്ല. പൂച്ചകൾ ഇപ്പോഴും ഉണ്ട്, പക്ഷെ എനിക്കൊരു പ്രശ്നമില്ല. അതെ, ശരിക്കും നന്ദി പറയാം. തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുണ്ടായ കാര്യമായിരുന്നു. പക്ഷെ എന്നാൽ കർത്താവ് അതിൽ നോക്കുകയും പറഞ്ഞതുപോലെ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും കൊടുത്തു. അത് കർത്താവ് നമ്മുടെ ഓരോ വ്യക്തികളും ഇടപെടുന്ന ദൈവത്തിന്റെ ഫേവറാണ്. കർത്താവ് അങ്ങ് പ്രിയമകളെ തൊട്ടതിനും ആ വിഷയത്തിന്റെ മേൽ ലഘുവെങ്കിലും അതിനെ ദൈവം കൊടുത്തൊരു ആശ്വാസത്തിനും അതിന്റെ മേലൊരു ജയത്തിനും നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എനിക്കൊരു കാര്യം പറഞ്ഞു സിസ്റ്ററെ. എന്റെ ദേഹത്തെല്ലാം ഭയങ്കര നീര്. ഞാൻ അവിടെ വെച്ച് കോട്ടയത്ത് ബ്രദറിന്റെ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. പ്രധാനമാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞാൽ മതി. കർത്താവ് അങ്ങ് പ്രവചനാലോചന ഇടധാനമാണ്. അവരോട് പറഞ്ഞ യേശു അത്ഭുതം ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട, ശക്തിയിൽ ചിന്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു. പറഞ്ഞതിന്റെ ഒരു ബാക്കിയായിട്ടാ. പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, വഴക്കമില്ല, അങ്ങനെ വളരെ വേദനയുണ്ട്. പല സമയങ്ങളിലും കൈയുടെ ഷോൾഡറിന്, പെടലിക്ക്, അതുപോലെ നട്ടെല്ലിനും ഒക്കെ വേദനയാണ്. പ്രാർത്ഥിച്ച് കരം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പെടലിക്ക് വേദന മാറി. അതുപോലെ സ്പൈനൽ കോഡിന്റെ നമ്മുടെ ചെസ്റ്റിന്റെയും വാരിയലിന്റെയും കൂടെ നടുഭാഗത്ത്, പുറം ഭാഗത്തൊക്കെ വേദനയായിരുന്നു. ആ വേദനയും മാറി കിട്ടി. ആമേൻ. വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത് തന്നെ. 2 വേദനകളും സ്പൈനലിന്റെയും ആ കർത്താവ് വെളിപ്പെടുത്തിയ പോലെ കഴുത്തിന്റെ പുറത്തുള്ള ബുദ്ധിമുട്ടും 2 വേദനയാൽ ഭാരപ്പെട്ടു. പക്ഷെ കർത്താവ് അത് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? 1-2 സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഒന്ന് പ്രാർത്ഥന പറഞ്ഞു. ഞാൻ സുശീലയാണ് ബ്രദറെ. പിന്നെ ബ്രദറെ, ഞാൻ ആകെ തകർത്തായി. നമുക്ക് ഒരു സാക്ഷ്യം പറയാൻ. അതിന്റെ മേൽ പ്രവർത്തിക്കുക. വസ്തുവിന്റെ വിഷയത്തിൽ നമ്മൾ കർത്താവ് ഇടപെട്ടതാണ്. തൂക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയും നാളികേരം തൂക്കുമ്പോൾ നല്ല തൂക്കം ഉണ്ടാവട്ടെ. ഇന്ന് എനിക്ക് കർത്താവ് 3000 ഉറുപ്പിക എനിക്ക് ഒപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വായ്പ വാങ്ങുകയില്ല, വാരി വിതറി കൊടുക്കുന്നുള്ള വചനമൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് അത് കൊടുക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് തൂക്കിയപ്പം നല്ല തൂക്കം ഉണ്ടായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ട 3000 ചോദിച്ചത് കർത്താവ് എനിക്ക് 3462 രൂപ തന്നു. കർത്താവ് എന്ന വിഷയത്തിന്റെ മേൽ, ഭാരമായ വിഷയത്തിന്റെ മേൽ യേശു സാക്ഷ്യം കൊടുത്തതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തല്ലോ. യേശുവിനകത്ത് തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരാളും കൂടെ സാക്ഷ്യം പറയാനുണ്ടായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ കണ്ടായിരുന്നല്ലോ. പറഞ്ഞു റോസ്ലി ജോസഫ്. പറഞ്ഞു. ഞാൻ ജൂൺ 19 ഈ സൂം മീറ്റിംഗ് കയറുന്നത്. അന്ന് എന്റെ കൈ ഒരു സർജറി ഒക്കെ ആയിട്ടിരിക്കുന്നോണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ ഈ പ്രാർത്ഥന കിട്ടി. അപ്പൊ ആ പ്രാർത്ഥന ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാതെ അത് എനിക്കത് വീണ്ടും കാണണം തോന്നി. അങ്ങനെ അടിച്ചു നോക്കിയപ്പോഴാണ് ഇതിന്റെ ഈ യൂട്യൂബിൽ സൂമിൽ കാണാൻ വേണ്ടിയുള്ള
ലിങ്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടി. ഞാൻ ഇതിനകത്ത് 19-ാം തീയതി കയറി. ഈ 22-ാം തീയതി എന്റെ പേര് സഹിതം തന്നെ എന്റെ പേര് ഇതിനകത്ത് കിടക്കുന്ന റോസ്ലി ജോസഫ് എന്നാണെങ്കിലും സോളി എന്ന പേര് ശരിക്കും. അപ്പൊ ആ പേരിൽ തന്നെ ഇതിനകത്ത് ബ്രദർ എടുത്തു പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഈ കൈയുടെ ഈ വിഷയത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ ആ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മാസം എന്നും യൂട്യൂബിലും കാണും, സൂമിലും കാണും. അങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് എനിക്ക് യൂട്രസിന് പ്രശ്നമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു എനിക്ക്. അതൊരു 5 വർഷമായിട്ട് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ബ്രദറെ. അപ്പൊ ഞാൻ ആ ഒരു എന്നെ നോക്കാൻ കുഞ്ഞുങ്ങൾ 2 പേര് എനിക്കുള്ളൂ, മക്കള്. അപ്പൊ ഞാൻ അവര് ഈ മെയ് മാസത്തിൽ എനിക്ക് പെട്ടെന്ന് തല കറങ്ങി വീഴുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ യൂട്രസ് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അതൊരു അപകടമാണ്, നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്, ഇനി വൈകരുത്, വലിയ മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. ഞാൻ മക്കളോട് പറയാതെ ഞാനത് വീട്ടിൽ വന്നപ്പോ ഈ കൈയുടെ ഈ വിഷയത്തിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ മീറ്റിങ്ങിൽ ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ച് യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ രോഗമുള്ള ഭാഗത്ത് കർത്താവെ കത്തി വയ്ക്കാൻ സമ്മതിക്കരുതെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ബ്രദർ ഇങ്ങനെ പറയുന്നത്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഇപ്പൊ ആ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അത് ഇത്രയും ദിവസം ഈ മാസങ്ങളൊന്നും എനിക്ക് യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. എന്റെ വയറിന് എനിക്ക് സൗഖ്യം തന്നു. എനിക്ക് ഈ നടുവിന് ഭയങ്കര കട്ടുകഴപ്പായിരുന്നു, കാലും ഈ യൂട്രസിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് അത് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ 4 മാസമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ബ്രദറെ. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അത് ഞാൻ 4 വർഷമായിട്ട് ഞാൻ അതൊരു 18 ദിവസം 10 ദിവസമൊക്കെ ബ്ലീഡിങ് ആയിരുന്നു ബ്രദർ. എനിക്കത് ഞാനതിങ്ങനെ അത് നമുക്ക് പറഞ്ഞാൽ അവർക്ക് സ്ത്രീകൾക്കായി മനസ്സിലാവും അത്. പക്ഷെ എന്റെ അവസ്ഥ അത് ആയതുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയി ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട്. പക്ഷെ എനിക്കത് ഞാൻ ആ മെയ് മാസം ഞാൻ തല കറങ്ങി വീണു, ബ്ലഡൊക്കെ കുറഞ്ഞു പോയി. എന്നിട്ടും ഞാൻ അതിങ്ങനെ പിടിച്ചു നിന്നു. പക്ഷെ എന്റെ കർത്താവ് എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് സൗഖ്യം തന്നു. ഇപ്പൊ 4 മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു അത്ഭുത സാക്ഷി എന്നാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് അത്ഭുതം ചെയ്തത്. അത് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നു. വലിയ സാക്ഷ്യമാണ് യേശു പറഞ്ഞത്. എല്ലാവരും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന വലിയ സാക്ഷ്യമാണ് യേശു പറഞ്ഞത്. 5 വർഷമായിട്ട് യൂട്രസിന്റെ മുഴയുണ്ടായിരുന്ന യേശു ആദ്യം പറഞ്ഞ പോലെ യേശുവിന്റെ പേര് റോസ്ലി ജോസഫ് ഇട്ടിരിക്കുന്നത്, പക്ഷെ സോളി എന്നാണ് പേര്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു സോളീനെ ദൈവം സ്പർശിക്കുക എന്നുള്ള ആലോചന ദൈവാത്മാവ് സംസാരിച്ചു. അതിനുശേഷമാണ് യേശു പറഞ്ഞ പോലെ തന്നെ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്ക് സഹോദരിമാർക്ക് അറിയാൻ പറ്റി യൂട്രസിൽ മുഴ വന്ന് ബ്ലീഡിങ് ഉള്ള ആളായിരുന്നു 5 വർഷമായിട്ട്. അത് നിമിത്തം സ്പൈനലിലും കാലിലും ഒക്കെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ യേശു സൗഖ്യമാക്കി. ഇപ്പൊ ബുദ്ധിമുട്ടില്ല. കർത്താവ് വെളിപ്പെടുത്തിയ പേരുകാരിയെ തന്നെ ദൈവം സ്പർശിച്ചു. പറഞ്ഞല്ലോ 4 മാസമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ബ്ലീഡിങ്ങും ഇല്ല, വേദനയില്ല, ബുദ്ധിമുട്ടുമില്ല. യേശു തൊട്ടു. കത്തി വെക്കാതെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ യേശു അത്ഭുതം ചെയ്തതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകരോട് ഈ സാക്ഷി സൂമിൽ പറഞ്ഞതുപോലെ അനേകരോട് പറയണം, യേശു എന്നെ വിടുവിച്ചു എന്ന് പറയണം. യേശുവിനെ ഉയർത്തണം. അനേകരെ യേശുവിൻ്റെ സൗഖ്യത്തിലും സമാധാനത്തിലേക്ക് കൊണ്ടുവരണം. ഗോഡ് ബ്ലെസ് യു. എനിക്കറിയാം തൽക്കാലത്തേക്ക് ഞാൻ പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സമയം ഇച്ചിരല്ല, നന്നായിട്ട് മുന്നോട്ട് പോയി. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. വലിയ പ്രവൃത്തികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങിയത് പ്രവൃത്തികളുടെ പുസ്തകമാണ്, കർത്താവിൻ്റെ പ്രവൃത്തിയുടെ പുസ്തകമാണ്. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ നടുവിൽ നടക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലൈവിൽ കാണുന്നവരെ ബ്ലെസ്ഡ് പാട്ടൊക്കെ നിങ്ങളെ ലൈവിൽ കാണുന്നവർ പറയുന്നു. യൂട്യൂബിലായിക്കോട്ടെ, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ സൂം പ്രെയറിലേക്ക് പ്രവേശിക്കാം. എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാജ്യങ്ങളിൽ മുഴുവൻ, ലോകം മുഴുവനും അങ്ങനെ തന്നെ പറയാം, ലോകം മുഴുവനും പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ ലോകത്തിൽ ഏത് കോണിരുന്ന നിങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളുന്നെങ്കിലും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കാണുവാനും കൂടുവാനും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു. അത്ഭുത രോഗസൗഖ്യം നടക്കും. അത്ഭുതം നടക്കും. യേശു ജീവിക്കുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സകലത്തിലും